വളരെ വർഷങ്ങളായിട്ടുള്ള സ്വന്തം ഘടകകക്ഷിയായിട്ടുള്ള CPIയുടെ ആശയപരമായ വിമർശനങ്ങളെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കാൻ എന്താണ് കാരണം? ഇതാണ് കേരള ജനത ഇപ്പോൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേവലം കാശിന് വേണ്ടിയാണെന്നും പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കില്ല. ഇത് കൃത്യമായിട്ടുള്ള അജണ്ടയാണ്. ഓരോ ദിവസം കഴിയുന്നതും വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ്. BJP CPMന്റെ ബാന്ധവം അത്ര കഠിനമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അവിടെ ആശയങ്ങൾക്ക് പ്രസക്തിയില്ല, തങ്ങളുടെ പാർട്ടിയുടെ നിലപാടുകൾക്ക് പ്രസക്തിയില്ല, വർഗീയതയ്ക്കെതിരായുള്ള പോരാട്ടത്തിന് പ്രസക്തിയില്ല. എല്ലാം സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ്. ഇതാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഈ മുന്നണിയിൽ CPI ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ CPI പോലും പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. തങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു ഘടകകക്ഷിയുടെ നിലപാട്, അത് CPM എടുത്ത നിലപാടാണ്. രണ്ട് പാർട്ടികളും എടുത്ത നിലപാടാണ്. ഇത്തരം പദ്ധതി നാടിന്റെ മതേതര സങ്കല്പങ്ങളെയും വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന നല്ല ആശയങ്ങളെയും പിറകോട്ടടിക്കുന്നതാണ്, ചരിത്രത്തെ വളച്ചൊടിക്കുന്നതാണ് എന്ന് പറഞ്ഞ അവർ തന്നെ ഇപ്പം ഈ പദ്ധതി മഹത്വവൽക്കരിക്കുന്ന പദ്ധതിയാണ് എന്ന് പറയുന്നത്. 2024 എഴുതിയ കത്ത് ഞാൻ കണ്ടു. 2024 ഇപ്പം 25-ലല്ല, ഒരു വർഷം മുമ്പ് എഴുതിയ കത്ത് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ അത് വ്യക്തമാക്കുന്നത് അവർക്ക് മുന്നണിയൊന്നും പ്രശ്നമല്ല, ഘടകകക്ഷിയൊന്നും പ്രശ്നമല്ല, CPI ഒന്നും ഒരു പ്രശ്നമേ അല്ല. അവർക്ക് ഈ അജണ്ട, രഹസ്യ അജണ്ട നടത്തി തീർക്കുക എന്നുള്ളതാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് കേരളത്തിലെ സാമാന്യം ബോധ്യമുള്ള എല്ലാവർക്കും അറിയാം. കടുത്ത നടപടി CPI സ്വീകരിക്കുകയാണെങ്കിൽ അവർ രാഷ്ട്രീയമായ അനാഥമാണ്. അത് അവരാണ് പറയേണ്ടത്. ഓരോ പാർട്ടിക്കും അടിസ്ഥാനപരമായി അവർ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറയാനുള്ളത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും വലിയ കാര്യം ഞങ്ങളുടെ നിലപാടുകളും ആശയങ്ങളുമാണെന്നാണ്. മതേതരത്വത്തിൽ വെള്ളം ചേർക്കാൻ ഒരിക്കലും തയ്യാറാകില്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇതിപ്പം കൃത്യമായിട്ടും സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് വ്യക്തമാണ്. ABVPക്ക് എന്ത് സന്തോഷമാണ്, വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് അഭിനന്ദിക്കാൻ എന്ത് സന്തോഷമാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം ഒരു പദ്ധതിയുമായിട്ട് ഗവൺമെന്റ് തങ്ങളുടെ ആവശ്യം ഒന്ന് ചർച്ച ചെയ്യാൻ പോലും തയ്യാറായില്ല, കാത്തിരിക്കാൻ പോലും തയ്യാറായില്ല. മന്ത്രിസഭയിൽ അവർ വിയോജനക്കുറിപ്പ് പറഞ്ഞ അന്ന് വൈകുന്നേരം തന്നെ ഇത് ഒപ്പിടണമെന്നുള്ള നിർബന്ധ ബുദ്ധിയായിരുന്നു. ആ മെസ്സേജ് വരെ ക്ലിയർ ആണല്ലോ. CPI ഒന്നും കണക്കിലെടുക്കേണ്ട പാർട്ടിയല്ല എന്ന് പറയത്തക്കവണ്ണം എന്ത് നിർബന്ധ ബുദ്ധിയിലേക്കാണ് CPM പോയിരിക്കുന്നത്. CPI ആണ് തീരുമാനിക്കേണ്ടത്, ആലോചിക്കേണ്ടത്. CPI LDF വിടുകയാണെങ്കിൽ അവർ മുന്നണി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കും, അനാഥാവും. അല്ല, CPIയെ സംബന്ധിച്ചിടത്തോളം അവരാണ് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിക്കേണ്ടത്. മറ്റ് കാര്യങ്ങളൊന്നും ഇപ്പം നമ്മളെ മുന്നിലില്ല. ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് സംസ്ഥാന സെക്രട്ടറി ഇതിനെ ന്യായീകരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കർണാടകത്തിലായാലും തെലങ്കാനയിലായാലും ഹിമാചലിലായാലും ഞങ്ങൾ ഈ പരിപാടി നടപ്പിലാക്കാൻ മുൻകൈ എടുത്തിട്ടില്ല, അഗ്രിമെന്റ് ഒപ്പിട്ടിട്ടില്ല. BJP ഗവൺമെന്റുകൾ ഭരിച്ച കാലത്ത് ഈ പദ്ധതി അവർ കൊണ്ടുവന്നിരുന്നു. അത് കൃത്യമായിട്ടും ഞങ്ങളെ എതിർത്തിട്ടുണ്ട്. ഞാൻ ഇന്നും രാവിലെ രേവന്ത് റെഡ്ഡിയോട് സംസാരിച്ച് ഇതിലത്തെ ഒരാശയങ്ങളോടും പിന്നീട് ഞങ്ങൾ പൊരുത്തപ്പെട്ടിട്ടില്ല. കർണാടകത്തിൽ കൃത്യമായിട്ടും അല്ല, ഒപ്പിട്ടത് BJP ഗവൺമെന്റ് കാലത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ്. ഞങ്ങൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയില്ല. സംഘപരിവാറിന്റെ അജണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്ന ഒരു കാര്യത്തിലും ഞങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല.